ഇത് ഹൈക്കമാൻഡ് എല്ലാ വിഭാഗത്തിൽപ്പെട്ട പാർട്ടി നേതാക്കളുമായി ചർച്ച നടത്തി. MLA മാർ, MP മാർ, കോൺഗ്രസിൻ്റെ സീനിയർ നേതാക്കന്മാർ, MP മാർ, അതുപോലെ സീനിയറായിട്ടുള്ള മറ്റ് കോൺഗ്രസിൻ്റെ മുൻകാല അധ്യക്ഷന്മാർ, ഇങ്ങനെ എല്ലാവരുമായിട്ട് വിവിധ തലങ്ങളിൽ ചർച്ച നടത്തി അവസാനം എത്തിയൊരു കൺക്ലൂഷനാണ് ശ്രീ VD സതീശനെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചത്. മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളൊക്കെ VD സതീശൻ മുഖ്യമന്ത്രിയാവണം എന്നുള്ള രീതിയിലൊരു അഭിപ്രായം പ്രകടിപ്പിച്ചതായിട്ട് ഞങ്ങൾക്ക് ഇലക്ഷൻ ഫീൽഡിലൊക്കെ ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കണക്കിലെടുത്തുകൊണ്ട് ജനവികാരവും കോൺഗ്രസ് നേതാക്കന്മാരുടെ പൊതുവായിട്ടുള്ള വികാരങ്ങളും കണക്കിലെടുത്തുകൊണ്ട് അന്തിമമായി ഹൈക്കമാൻഡ് തീരുമാനമെടുത്തു. ശ്രീ രമേശ് ചെന്നിത്തല എല്ലാ കാലത്തും ഹൈക്കമാൻഡിൻ്റെ നിലപാടുകളെ അംഗീകരിക്കുകയും ഒരു അച്ചടക്കമുള്ള കോൺഗ്രസ്സുകാരനായി പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തിയാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിലും അദ്ദേഹം ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് അദ്ദേഹം പ്രവർത്തിക്കുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല.